കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി കോഴിക്കോട് നടന്ന യുവാക്കളുടെ ഒരു കോൺക്ലേവിൽ ഭാരത് മാതാ കി ജയ് വിളിപ്പിക്കാൻ ശ്രമിക്കുന്നതുണ്ട് പങ്കെടുത്തവരെ കൊണ്ട്. വിളിക്കാത്തവരോട് അവർ ദേഷ്യപ്പെടുകയും ചെയ്തു. അപ്പോഴാണ് എനിക്ക് അവരുടെ വകുപ്പ് ഏതാണെന്നുള്ളത് ഓർമ്മ വന്നത്. കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖിയുടെ വകുപ്പ് വിദേശകാര്യ വകുപ്പാണ്. ഈ വിദേശകാര്യ വകുപ്പിൻ്റെ കീഴിലാണ് 90 ലക്ഷത്തോളം പുറത്ത് പണിയെടുക്കുന്ന, ഇന്ത്യക്ക് വെളിയിൽ പണിയെടുക്കുന്ന ഇന്ത്യക്കാരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഈ 90 ലക്ഷം ഇന്ത്യക്കാർ വെളിയിൽ പണിയെടുക്കുന്നത്, അതിൽ ഒരു 90% ഗൾഫിലാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഗൾഫിൽ പണിയെടുക്കുന്നത് യൂറോപ്പിലും കാനഡയിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും പണിയെടുക്കുന്നത് പോലെയല്ല. കാരണം ഗൾഫിൽ തൊഴിലാളിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തൊഴിൽ നിയമങ്ങളല്ല ഈ 2024 ഉള്ളത്. അവരൊരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും തൊഴിലാളി ചൂഷണത്തിന് വിധേയനാകുന്നുണ്ട്. ചില സമയത്ത് ശമ്പളം കിട്ടില്ല, മാസങ്ങളോളം ശമ്പളം കിട്ടില്ല, ചിലപ്പോൾ ശമ്പളമില്ല എന്ന് തന്നെ പറഞ്ഞു കളയും. മറ്റു ചില സമയത്ത് മെൻ്റൽ അബ്യൂസ് ഉണ്ടാകാം, ഫിസിക്കൽ അബ്യൂസ് ഉണ്ടാകാം, വെർബൽ അബ്യൂസ് ഉണ്ടാകാം. മറ്റു ചില സമയത്ത് 10 പൈസ നമുക്ക് തരാതെ നമ്മളെ ഫോഴ്സ്ഫുള്ളി അവിടെ നിന്ന് പറഞ്ഞു വിടാം. അപ്പോൾ ഇത്തരം ദുരിതപൂർണമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരാണ് ഈ 90 ലക്ഷത്തിൽ 90% വരുന്ന ഇന്ത്യക്കാരും ഗൾഫിൽ പണിയെടുക്കുന്നത്. ഇതിന് ഞാനിത് വെറുതെ പറയുന്നതല്ല, ഇതിന് ഒരു ചെറിയൊരു കണക്കുമുണ്ട്. ഈ അടുത്തിടെ ഞാൻ ഫയൽ ചെയ്ത ഒരു RTIയിൽ നിന്നുള്ളൊരു കണക്കനുസരിച്ച് 2019 തൊട്ട് 2023 ജൂൺ വരെ ഒമാൻ, സൗദി, UAE, ഖത്തർ, ബഹ്റിൻ, കുവൈറ്റ് എന്നീ 6 ഇന്ത്യൻ എംബസികളിൽ 48,000-ഓളം തൊഴിൽ പരാതികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കാർ. ഇന്ത്യൻ എംബസി തന്നെ പറയുന്നത് ശമ്പളം കിട്ടാത്തതോ പാസ്പോർട്ടോ മറ്റു രേഖകളോ പിടിച്ചു വെക്കുന്നതോ ആണ് ഭൂരിഭാഗം പരാതികളെന്നാണ്. ശമ്പളം കിട്ടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പണിയെടുത്തതിൻ്റെ പൈസ നിങ്ങൾക്ക് തരുന്നില്ല. പാസ്പോർട്ടോ മറ്റ് സർട്ടിഫിക്കറ്റുകളോ പിടിച്ചു വെക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും നിങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ചൂഷണമാണ് ഈ പാസ്പോർട്ട് പിടിച്ചു വെക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ നയമനുസരിച്ച് അവരുടെ കീഴിലുള്ള അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയുടെ കൺവെൻഷനുകൾ അനുസരിച്ച് നിങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനെ പിടിച്ചു വെക്കുകയോ നിങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനെ തടയുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളത്തിൽ എന്തെങ്കിലും മുടക്കം വരുത്തുകയോ ചെയ്താൽ അത് അടിമപ്പണിക്ക് തുല്യമാണെന്നാണ് അവർ കണക്കാക്കുന്നത്. ആ കൺവെൻഷൻ C-29 1930 ആർക്ക് വേണേലും പരിശോധിക്കാം. അതിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളിൽ 1-2 ഈ പാസ്പോർട്ട് പിടിച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ ശമ്പളം മുടക്കം വരുത്തുന്നത്, അല്ലെങ്കിൽ ഓവർ ടൈം പണിയെടുത്താൽ ആ ശമ്പളത്തിൽ കൃത്യമായി നിങ്ങൾക്ക് തരാതിരിക്കുന്നതൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ 49,000 പരാതികൾ 2019 തൊട്ട് 2023 വരെ 6 ഇന്ത്യൻ എംബസികളിൽ ഗൾഫിലുണ്ട്. ഗൾഫിലുള്ള മലയാളികൾക്കും ഇന്ത്യൻ തൊഴിലാളികൾക്കും അറിയാം, ഇന്ത്യൻ എംബസികളിൽ എത്തുന്ന പരാതികൾ വളരെ ചെറുതാണ്. കാരണം എംബസികൾ സിറ്റി സെൻറ്റേർഡ് ആയിരിക്കും. ഈ എംബസി വരെ ചെന്ന് പരാതി കൊടുക്കാനുള്ള വണ്ടിക്കൂലി പോലും ദുരിതത്തിലായിരിക്കുന്ന ഒട്ടുമിക്ക തൊഴിലാളികളുടെ കയ്യിലും കാണില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് 100 കേസുകൾ വരുമ്പോൾ ഒരു 10 കേസ് മാത്രമായിരിക്കും ഇന്ത്യൻ എംബസി വരെ എത്തുന്നതും അത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതും. ആ രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ പോലും അതിനൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകണം എന്ന് ഉറപ്പില്ല. ഇത്രയ്ക്കും ഗുരുതരമാണ് ഈ 2024 ഇന്ത്യൻ തൊഴിലാളികളുടെ സ്ഥിതി ഗൾഫ് രാജ്യങ്ങളിൽ. ഇവരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പകരം, ഇവരുടെ വിഷയങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് പകരം, ഇവർക്കൊരു ഡീസൻ്റ് വർക്കിംഗ് കണ്ടീഷൻ എൻഷുർ ചെയ്യുന്നതിന് പകരം, ഇവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം കോഴിക്കോട് വന്നിട്ട് തൻ്റെ പാർട്ടിയുടെ നയമായ ഭാരത് മാതാ കി ജയ് വിളിപ്പിക്കുകയല്ല കേന്ദ്രമന്ത്രി ചെയ്യേണ്ടത്. കേന്ദ്രമന്ത്രിയുടെ വകുപ്പ് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, വിദേശകാര്യ വകുപ്പാണ്. ആ വകുപ്പാണ് പുറത്തുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വവും സംരക്ഷണവും കൈകാര്യം ചെയ്യുന്നത്. സുരക്ഷിതത്വവും സംരക്ഷണവും നിങ്ങൾ അവർക്ക് ഉറപ്പ് വരുത്തി നോക്കൂ. അവർ അഭിമാനത്തോടു കൂടി പറയും ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദുരിതത്തിലിരിക്കുന്ന ഏതൊരു ഇന്ത്യക്കാരനോടും, വിദേശത്തുള്ള ഏതൊരു ഇന്ത്യക്കാരനോടും നിങ്ങൾ വെളിയിൽ പോയിട്ട്
ഭാരത് മാതാ കി ജയ് വിളിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർ വിളിക്കില്ല. ഇന്ത്യക്കാരനാണെന്ന് അവർ സമ്മതിക്കും. പക്ഷേ ഇന്ത്യക്കാരനാണെന്നുള്ളത് അഭിമാനിക്കാൻ അവർക്ക് സ്വല്പം വിഷമമുണ്ടാകും. കാരണം അവർ പട്ടിണിയിലാണ്, അവർക്ക് കിടപ്പാടമില്ല, അവർ ദുരിതത്തിലാണ്. പരാതിപ്പെടേണ്ട സ്ഥലത്ത് പരാതിപ്പെടാൻ പോകാനുള്ള പൈസ പോലും ഇല്ലാത്തവരെ നൂറുകണക്കിന് പേരെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിരത്തിത്തരാം. നിങ്ങളുടെ വകുപ്പ്, ഞാൻ വീണ്ടും പറയുകയാണ്, വിദേശകാര്യ വകുപ്പാണ്. മനുഷ്യത്വവും തൊഴിലാളി അവകാശവും എന്ന് ഫ്ലറിഷ് ചെയ്യുന്നുവോ, ഏത് രാജ്യത്ത് ഫ്ലറിഷ് ചെയ്യുന്നുവോ ആ രാജ്യത്തെ പൗരൻ ആ രാജ്യത്തിൽ അഭിമാനം കൊള്ളും. അത് മാനുഷികത, മനുഷ്യത്വം, തൊഴിലാളി അവകാശം ഫ്ലറിഷ് ചെയ്യാത്തൊരിടത്ത്, അതേത് രാജ്യമായിക്കോട്ടെ, അവിടെ ചിലപ്പം നിങ്ങൾ പറയുന്ന സ്ലോഗൻ ഏറ്റുവിളിക്കാൻ ആളുണ്ടായെന്ന് വരില്ല. അവിടെ ചിലപ്പം പാസ്പോർട്ടിൽ അവൻ ആ രാജ്യക്കാരനായിരിക്കാം, പക്ഷെ ആ രാജ്യക്കാരനാണെന്ന അഭിമാനം അവൻ കൊള്ളില്ല. ഭാരത് മാതാ കി ജയ് ഫോഴ്സ്ഫുള്ളി വിളിപ്പിക്കേണ്ടതല്ല, ഓരോരുത്തർക്കും തോന്നി വിളിക്കേണ്ടതാണ്. അത് ചിലർ വിളിച്ചോട്ടെ, വിളിക്കേണ്ട എന്ന് പറയുന്നില്ല. അത് വിളിക്കുമ്പോൾ അതിനകത്ത് സെക്യുലറിസവും മറ്റും നിങ്ങൾ തൂക്കി നോക്കാം. പക്ഷേ ഇന്ത്യക്കാരൻ എന്ന രീതിയിലേക്ക് ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. ഏതൊരു ഇന്ത്യൻ പൗരന് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് വെളിയിലും അഭിമാനം തോന്നണമെന്നുണ്ടെങ്കിൽ അവൻ്റെ രാജ്യം നൽകുന്ന സംരക്ഷണവും സുരക്ഷിതത്വവും കണക്കാക്കി മാത്രമേ ചെയ്യുകയുള്ളൂ. അവൻ്റെ രാജ്യം അവന് സംരക്ഷണവും അവന് സുരക്ഷിതത്വവും അവന് ദുരിത സമയത്ത് സഹായം എത്തിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന് ചിലപ്പം ഇന്ത്യക്കാരനാണെന്നുള്ളത് ഉറക്കെ വിളിച്ച് പറയാൻ ചിലപ്പം ഒരു ബുദ്ധിമുട്ടുണ്ടാകും, അവനൊരു വിഷമം ഉണ്ടാകും. നന്ദി, നമസ്കാരം.